കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് കൂട്ടിക്കൽ ടൗൺ LDF സ്ഥാനാർത്ഥി ബിജോയ് ജോസാണ് ഫെസ്റ്റൂൺ ജനവിധി 2025 ആശയം പങ്കിടുന്നത്. ഫെസ്റ്റൂൺ ചാനലിന്റെ സ്ഥാനാർത്ഥി പറയുന്നു എന്ന പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് ടൗൺ 12-ാം വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുണ്ടുപാലമാണ്. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കാഞ്ഞിരപ്പള്ളി കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ, പാലാ രൂപത പാസ്റ്റൽ കൗൺസിൽ അംഗം, കേരള കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി, കൂട്ടിക്കൽ മണ്ഡലം പ്രസിഡന്റ്, കൂട്ടിക്കൽ സെന്റ് ജോർജ് ഹൈസ്കൂൾ, ANDR JJ മർഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ മുൻ PTA പ്രസിഡന്റ്, കാവാലി RPS പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ബിജോയ് ജോസ് മുണ്ടുപാലമാണ് ഇന്ന് ഫെസ്റ്റൂൺ ചാനലിന്റെ സ്ഥാനാർത്ഥി പറയുന്ന പരിപാടിയിൽ നിങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്നത്. സ്നേഹമുള്ളവരെ, 2025 ഡിസംബർ 9 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഗ്രാമപഞ്ചായത്തിലേക്ക് ഞാൻ മത്സരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകി എന്നെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി കൂട്ടിക്കൽ പഞ്ചായത്തിൽ പ്ലാപ്പള്ളി വാർഡിനെ പ്രതിനിധീകരിച്ച ഒരു മെമ്പർ എന്നുള്ള നിലയിലും 2 വർഷക്കാലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തും പൊതുവെ കേരളവും സമാനതകളില്ലാത്ത ദുരന്തങ്ങളിലൂടെ കടന്നുപോയ നാളുകളാണ്. നമുക്ക് കൊറോണയുടെയും മറ്റും വലിയ ഭീതിയിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം. അതിനുശേഷം നമ്മൾ ആ കൊറോണയിൽ നിന്നെല്ലാം വളരെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി, ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാ സഹകരണത്തോടു കൂടി നമ്മൾ കോവിഡിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കോവിഡ് കടന്നുപോയൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് 2021 ഒക്ടോബർ 16 വലിയ പ്രളയം നമ്മുടെ നാടിനെ നടുക്കിക്കളഞ്ഞത്. നമ്മുടെ പ്രിയപ്പെട്ട 13 പേരുടെ ജീവനുകൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടൊരു സാഹചര്യമുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ കൂട്ടിക്കലിനെ തിരിച്ചു പിടിക്കാനാവുമെന്ന് എല്ലാവരും ആശങ്കപ്പെട്ട ഒരു കാലമായിരുന്നു. പതിറ്റാണ്ടുകളായി നമ്മൾ നേടിയെടുത്ത എല്ലാ വികസന പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും റോഡുകളും പാലങ്ങളും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഒലിച്ചു പോകുന്ന ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. എല്ലാവരും നാട്ടിൽ നിന്ന് പല ആൾക്കാരും ഇവിടുന്ന് പലായനം ചെയ്യണം, കൂട്ടിക്കൽ ഒരു ദുരന്ത ഭൂമിയായിട്ട് മാറുന്നൊരു സാഹചര്യമുണ്ട് എന്നൊക്കെയുള്ള വലിയ പ്രചരണങ്ങളും അതനുസരിച്ച് ഭീതിയും ജനങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. ആ ജനങ്ങളെല്ലാം നമുക്ക് ഏകോപിപ്പിച്ച് കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ട് അവിടെ എല്ലാ ആശങ്കകൾ അകറ്റുവാൻ നമ്മൾ വലിയൊരു പരിശ്രമം നടത്തേണ്ടതായിട്ട് വന്നു. നമുക്ക് ഈ മേഖലകളിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യജീവൻ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കാനുള്ള വലിയ പരിശ്രമത്തിലായിരുന്നു. നമ്മളിവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സാമൂഹ്യ സംഘടനകളുടെയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ബഹുമാനപ്പെട്ട MLAയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചു. പ്രത്യേകമായിട്ട് നമുക്ക് ഇളങ്കാട് വാഗമൺ റോഡിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഗ്രാമീണ റോഡുകളെല്ലാം പുനരുദ്ധാരണം നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സാധ്യമാക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു പോയ മുഴുവൻ പാലങ്ങളും, അതായത് NDR മുക്കളം പാലം, ഇളങ്കാട് ടൗൺ പാലം, അതുപോലെ തന്നെ മളാക്കര പാലം, മൂപ്പൻമല പാലം തുടങ്ങി പ്രധാനപ്പെട്ട പാലങ്ങളെല്ലാം നമുക്ക് 4 വർഷക്കാലം കൊണ്ട് 10 മടങ്ങ് മേന്മയോടുകൂടി പ്രൗഢിയോടുകൂടി നമ്മൾ തിരിച്ചു പിടിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ദുരന്ത മേഖലകളിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും മാറ്റിപ്പാർപ്പിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ പുറമ്പോക്കിൽ അധിവസിച്ചിരുന്ന നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് സ്ഥലവും വീടും ലഭ്യമാക്കുന്നതിനും അതുപോലെ തന്നെ ദുരന്ത സാധ്യതാ മേഖലകളുണ്ടായിരുന്ന മുഴുവൻ പേരെയും നമുക്ക് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി ഭവന നിർമ്മാണം സാധ്യമാക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുവാനും നമുക്ക് സാധിച്ചു. അങ്ങനെ നമ്മുടെ ഒരു അതിജീവനത്തിൻ്റെ പാതയിൽ കേരളത്തിന് തന്നെ വലിയ മാതൃക സൃഷ്ടിച്ച ഒരു പഞ്ചായത്താണ് കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത്. അതിനെ സംബന്ധിച്ച് പഞ്ചായത്തിന് മാത്രം ഫണ്ട് കൊണ്ടല്ല എങ്കിൽ പോലും വിവിധ ഏജൻസികളുടെയും സർക്കാരിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്നതിൽ പഞ്ചായത്ത് വലിയ പങ്കാണ് വഹിച്ചത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഓരോ ചാനലുകാർ വന്നു, നമുക്ക് ദുരന്തമുണ്ടായ സ്ഥലങ്ങൾ കാണിച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു. പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ ഏത് മേഖലയിൽ പോയാലും ഇവിടെ ഒരു ദുരന്തമുണ്ടായ സ്ഥലമാണ്, അല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ ഒരു പ്രശ്നങ്ങളുണ്ടായ സ്ഥലമാണ്. നമ്മുടെ കൂട്ടിക്കൽ ടൗൺ ഉൾപ്പെടെ നമുക്കറിയാം, പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ പ്രളയത്തിൽ മുങ്ങിപ്പോയതാണ്. പക്ഷേ നമുക്ക് എവിടെയെങ്കിലും കാണിച്ചു കൊടുത്ത് ഇവിടെ ഒരു ദുരന്തമുണ്ടായ സ്ഥലമാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധം അത്രയും ഭംഗിയായിട്ട് ഈ
പഞ്ചായത്തിന് നമുക്ക് തിരികെ പിടിക്കുവാനായിട്ട് സാധിച്ചു. അതിന് നാട്ടുകാരുടെ വലിയ പിന്തുണയും സഹകരണവും എല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അതിജീവനത്തിൻ്റെ പാതയിൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചു. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചാണെങ്കിലും കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയമോ ജാതീയമോ യാതൊരു തിരിച്ചു വ്യത്യാസമില്ലാതെ ഏറ്റവും അർഹതപ്പെട്ട വാർഡുകൾ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയ വിവേചനങ്ങളൊന്നുമില്ലാതെ ആർക്കും പരാതിയില്ലാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുവാനും നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ വളരെ വിജയകരമായ 100% മുകളിൽ ഫണ്ട് ചെലവഴിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്ത് മാറി. വയോജനങ്ങളെ പ്രത്യേകമായിട്ട് താല്പര്യമെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും അതുപോലെ തന്നെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വനിതകളെയും അതുപോലെ തന്നെ അംഗൻവാടി കുട്ടികളെയും എല്ലാം എന്നുവേണ്ട സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ട ആൾക്കാരെ പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവർക്കൊക്കെ പ്രത്യേക പ്രോജക്റ്റുകൾ നടപ്പാക്കി കലോത്സവങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കിക്കൊണ്ട് എല്ലാ മേഖലകളിലും കൃത്യമായി ഇടപെടുവാൻ നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റിക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ പ്രകാശപൂരിതമാക്കാനുള്ള വലിയൊരു പരിശ്രമം 75 ലക്ഷം രൂപയാണ് നമ്മൾ 3 വർഷക്കാലം കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് വിവിധ വാർഡുകളിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചത്. നമ്മുടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ കൂട്ടുകൽ പഞ്ചായത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ പോസ്റ്റുകളിലും വൈദ്യുതി വിളക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു വികസന കൂട്ടുകലിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതി പിന്നിട്ടിരിക്കുകയാണ്. നമുക്ക് പഞ്ചായത്ത് ഓഫീസ് നമുക്കറിയാം വളരെ അസൗകര്യങ്ങൾ നിറഞ്ഞ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസാണ്. നമുക്ക് വലിയ സംവിധാനങ്ങൾ പഞ്ചായത്ത് ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അപര്യാപ്തത മനസ്സിലാക്കിക്കൊണ്ട് പുതിയ വിപുലമായ സൗകര്യങ്ങളോട് കൂടിയുള്ള പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസ് സമുച്ചയത്തിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുജന സഹകരണത്തോടെ നമ്മൾ 25 സെൻറ്റ് സ്ഥലം ടൗണിനോട് ചേർന്ന് വാങ്ങി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം DPR ഉൾപ്പെടെ തയ്യാറാക്കി ഫണ്ട് അനുവദിക്കാനുള്ള ക്രമീകരണങ്ങളും ആയിട്ടുണ്ട്. നമുക്കങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സാമുദായിക സംഘടനയും ഒക്കെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനുള്ള വലിയൊരു പരിശ്രമമാണ്. അതിലേറെ കുറേ വിജയിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ നല്ല മികച്ച ഒരു പാനലോടുകൂടി രംഗത്തിരിക്കുന്നത്. നമ്മുടെ സിറ്റിംഗ് മെമ്പർമാരായിരിക്കുന്ന 5 പേർ ഉൾപ്പെടെയുള്ള നല്ല ചെറുപ്പക്കാരും പ്രമുഖരായ വനിതകൾ ഉൾപ്പെടെയുള്ള 14 പേരെയാണ് നമ്മൾ 14 വാർഡുകളിലേക്ക് തിരഞ്ഞെടുപ്പിൽ നിശ്ചയിച്ചിരിക്കുന്നത്. നല്ല പരിണിതപ്രജ്ഞരും യുവത്വവും എല്ലാം ഒത്തിണങ്ങിയ എല്ലാ ജാതി സമവാക്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അർഹമായ പരിഗണന കൊടുത്തുകൊണ്ടുള്ള നല്ല ഒരു പാനലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ ജനങ്ങൾ അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത 5 വർഷക്കാലം കൂട്ടുകലിനെ സംബന്ധിച്ചൊരു വികസിത കൂട്ടുകലിലേക്കുള്ള വലിയ കുതിപ്പിന് ഒരു വികസന തുടർച്ചയ്ക്ക് ഒരു തുടർ ഭരണം അനിവാര്യമാണ്. കാരണം നമ്മൾ തുടങ്ങി വെച്ച ഒട്ടേറെ പദ്ധതികളുണ്ട്. നമ്മുടെ ഇളങ്കാട് വാഗമൺ റോഡ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ബഹുമാനപ്പെട്ട MLA-യുടെയും KJ തോമസ് ചേട്ടൻ്റെയും ഒക്കെ നേതൃത്വം നടത്തിയ വലിയ പരിശ്രമത്തിൻ്റെ ഫലമായി അവസാന വട്ട പണികൾ 17 കോടി രൂപ അനുവദിച്ച് ദ്രുതഗതിയിൽ നടക്കുകയാണ്. ആ റോഡ് പണി ഏതാണ്ട് 6 മാസം കൊണ്ട് പൂർത്തിയായി കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമണിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയായി നമ്മുടെ മുണ്ടക്കയം വിളങ്കാട് വാഗമൺ റോഡ് മാറുകയാണ്. അപ്പോൾ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഈ വഴി കടന്നു പോകും. അപ്പോൾ അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. അതുപോലെ തന്നെ നമ്മുടെ മുതുകോരം മല ഉൾപ്പെടെ കാവാലി വ്യൂ പോയിൻ്റ് ഉൾപ്പെടെ ചക്കിപ്പാറ ഉൾപ്പെടെ ടൂറിസം സാധ്യതകൾക്ക് വിപുലമായ സാധ്യതകളുള്ള ഒരു മേഖലയാണ് കൂട്ടുകൽ ഗ്രാമപഞ്ചായത്ത്. ഇതുവരെ ചൂഷണം ചെയ്യപ്പെടാത്ത ഇത്തരം ആവശ്യങ്ങൾ ഈ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന. കാരണം ടൂറിസം പരിപാടിയിലൂടെ മാത്രമേ നമ്മുടെ നാടിന് ഇനി പുരോഗതി കൈവരിക്കുവാനും സാധാരണക്കാർക്കും ജീവിക്കാനുള്ള കച്ചവടക്കാർക്കും വ്യവസായികൾക്കുമൊക്കെ ജീവിക്കാൻ ആവശ്യമായ ഒരു സമ്പത്ത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ടൂറിസം വികസനം വളരെ അനിവാര്യമാണ്. അപ്പോൾ ടൂറിസം വികസനത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള MCF ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായി വരികയാണ്. ഇതിൻ്റെയൊക്കെ പൂർത്തീകരണം നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയുടെ പൂർത്തീകരണം, പഞ്ചായത്ത് ഓഫീസിൻ്റെ നിർമ്മാണം, പുതിയതായി ഏറ്റെടുക്കാൻ പോകുന്ന PMGSY റോഡുകളുടെ നിർമ്മാണം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയോജന സൗഹൃദ പഞ്ചായത്തായിട്ട് കൂട്ടുകൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇളങ്കാട് കോലാഹലമണി കേന്ദ്രമാക്കി 2 വൻ ടൂറിസം പ്രോജക്റ്റുകൾക്ക് നമുക്ക് സർക്കാരിലേക്ക് അംഗീകാരത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് DTPCയിൽ നിന്നും അതിന് പാസ്സാക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൂറിസം പ്രോജക്റ്റുകൾ പാസ്സാക്കിക്കൊണ്ട് ടൂറിസം രംഗത്ത് അതുപോലെ തന്നെ മാലിന്യമുക്ത രംഗത്ത്
വിപ്ലവകരമായ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 വർഷക്കാലം അടുത്ത ഒരു ടേണ് LDFിൻ്റെ തുടർ ഭരണം ഇവിടെ അനിവാര്യമാണ്. കാരണം ജനങ്ങൾക്ക് മുമ്പിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മാതൃകാപരമായ പരിപാടികളിലൂടെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെയും പ്രശ്നങ്ങളില്ലാതെ പരാതിയും പരിഭവങ്ങളുമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് നീതി നടപ്പാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭരണം നമുക്ക് ജനങ്ങൾക്കും ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെയും എന്നോടൊപ്പം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ കെ രാജേഷിനെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ കിരൺ രാജിനെയും അവരുടെ തെരഞ്ഞെടുപ്പ് അടയാളമായ അരിവാൾ ചുറ്റിക നക്ഷത്രവും അതുപോലെ തന്നെ ധാന്യക്ക അരിവാൾ ചിഹ്നത്തിൽ അവരെയും അതുപോലെ തന്നെ 2 അടയാളത്തിൽ മത്സരിക്കുന്ന എന്നെയും എന്നോടൊപ്പം ഈ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന ബാക്കി 13 വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികളെയും മികച്ച ഭൂരിപക്ഷം നൽകി നമ്മുടെ പഞ്ചായത്തിനെ ഒരു വികസിത കൂട്ടിക്കൽ എന്ന സ്വപ്നത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.